ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച് പ്രശസ്ത സംഗീത നിരൂപകയായ ഇന്ദിരാ മേനോൻ്റെ ഒരു ലേഖനമാണ് പാഠ്യവിഷയം. ഈ ലേഖനത്തിൽ ചെമ്പൈ എന്ന് പറയുന്ന ആ സംഗീതജ്ഞൻ്റെ സിദ്ധി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു എന്ന് പറയുന്നു. ചെമ്പൈ സംഗീതം എന്ന് പറയുമ്പോൾ അതൊരു സിംഹനാദം പോലെയാണ് ആളുകൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതായത് ഇപ്പോൾ പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം, വളരെ നേർത്ത ശബ്ദത്തിനുടമകളായിരിക്കും, അല്ലെങ്കിൽ മാധുര്യമുള്ള ശബ്ദം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഇത് അങ്ങനെയല്ല, ഘനഗാംഭീര്യമായ ശബ്ദം, കർണകഠോരം എന്നൊക്കെ വിമർശകർ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ തുറന്നു പാടുന്നൊരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. തൻ്റെ സ്വതസിദ്ധമായ ഘനഗംഭീര സംഗീതം അതിൽ ലയിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പാലക്കാടിൻ്റെ ആ ഒരു സംഗീത പാരമ്പര്യത്തിന് മാറ്റുകൂട്ടിയ സംഗീതജ്ഞനായിരുന്നു ചെമ്പൈ. പാലക്കാട്ടെ ചെമ്പൈ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ. അതുകൊണ്ടാണ് ചെമ്പൈ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ കൃത്രിമത്വമോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിരുന്നില്ല. എല്ലാം വളരെ അകൃത്രിമമായ ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ അളവുകോലുകൾ ഒന്നും തന്നെ അദ്ദേഹത്തെ വർണ്ണിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ആ ശബ്ദത്തിൻ്റെ ഘനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം. ഇപ്പോൾ ചെമ്പൈയുടെ സംഗീതം എന്ന് പറയുന്നത് ഡോറിക് കാലഘട്ടത്തിലെ ഗ്രീക്ക് വാസ്തുശില്പമാണെന്ന് ലേഖനത്തിൽ പറയുന്നു. അതായത് അലങ്കാരപ്പണികളൊന്നുമില്ലാത്ത ഒരു ഒഴുക്കൻ തൂണുകളാണ് ഗ്രീക്ക് വാസ്തുശില്പത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഒഴുക്കൻ തനി സ്വതസിദ്ധമായ ശബ്ദത്തിൽ തൻ്റെ ആ സംഗീതത്തിൻ്റെ സൗന്ദര്യം ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഗ്രീക്ക് വാസ്തുശില്പം പോലെയാണ് എന്നൊക്കെ പറയാൻ കാരണം. അതുപോലെ ചെമ്പൈക്ക് വളരെ ലയജ്ഞാനമുണ്ടായിരുന്നു, ലയിച്ച് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, കാലപ്രമാണം തെറ്റാതെ പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ പല്ലവികൾ അദ്ദേഹത്തിന് വളരെ വൈദഗ്ധ്യമായിട്ട് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നു. അനുഗ്രഹീതമായ ശാരീരം അല്ലെങ്കിൽ ശബ്ദം അതിലൂടെയാണ് അദ്ദേഹം സ്വന്തം ശൈലി വാർത്തെടുത്തത്. അതുപോലെ തന്നെ വിദഗ്ധനായ വയലിനിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. ഒരു സമയത്ത് അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് പാടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ സമയത്ത് പഠിച്ചതാണ് വയലിൻ. അതിലും അദ്ദേഹം വിദഗ്ധനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അനുജനായ സുബ്രഹ്മണ്യനും അദ്ദേഹത്തോടൊപ്പം പാടുമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് അരങ്ങേറ്റം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഗുരുവായൂർ നടയിൽ. ചോഴിയൻ എന്ന താണ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ചെമ്പൈ. പക്ഷേ സംഗീതത്തിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ മാറ്റി നിർത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല. യാഥാസ്ഥിതികരുടെ ചില എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. പുതിയ പ്രതിഭകളെ അദ്ദേഹം വളർത്തിയെടുക്കാൻ വിദഗ്ധനായിരുന്നു. പ്രശസ്ത ശിഷ്യനായിട്ട് മണി അയ്യരുടെ പേര് സുപരിചിതമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും മേഖലകളിൽ അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളുടെ മേഖലയിലും ഇദ്ദേഹം തിളങ്ങി നിന്നിരുന്നു. മാനസിക പിരിമുറുക്കങ്ങളോ ഒന്നും തന്നെ ചെമ്പൈസ് കച്ചേരിയിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ വിദഗ്ധമായിട്ട് മണിക്കൂറുകളോളം സംഗീതത്തിൽ ആറാടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഇതിഹാസമായി തീർന്നൊരു മഹാഗായകനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്നൊക്കെ പറയാം. സ്വാതി തിരുനാൾ കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാതി തിരുനാൾ ആണ് സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആ പേരാണ് ഓർത്തു വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു പേര് തന്നെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ. അതുകൊണ്ട് അദ്ദേഹം ചെമ്പൈ സംഗീതത്തിൻ്റെ ഒരു മാസ്മരിക പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ, അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കാൻ, കർണാടക സംഗീതമൊക്കെ ആസ്വദിക്കാൻ ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത് ഈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം തന്നെയായിരുന്നു എന്നാണ് ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്.